കാട്ടുചോലക്കുളിരലയോട് കാറ്റു പറഞ്ഞൊരു കഥയാണീ. കുരുന്നുപൂവിൻ കവിളുരുമി കരിവൻ തോതിയ കഥയാണീ. കാട്ടുചോലക്കുളിരലയോട് കാറ്റു പറഞ്ഞൊരു കഥയാണീ. കുരുന്നുപൂവിൻ കവിളുരുമി കരിവൻ തോതിയ കഥയാണീ. കഥ 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 കാക്കത്തൊള്ളായിരം, കഥ 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 കാക്കത്തൊള്ളായിരം. കടലിന്റെ തീരത്ത് കടലിന്റെ തീരത്തണയണ തിരകൾ പറയണ കഥയാണ്. കായലോളത്തിലെ കളിയോടം കണ്ട കന്നിനിലാവിന്റെ കഥയാണ്. പടവരമ്പത്തെ പുൽനാമ്പിനോട് പുലരി പറഞ്ഞൊരു കഥയാണ്. മാനം മുട്ടണ കൊടുമുടിയോട് മൂവന്തി പറയണ കഥയാണ്. മൂവന്തി പറയണ കഥയാണ്. കഥ 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 കാക്കത്തൊള്ളായിരം. ഞാൻ പ്രായം കഴിഞ്ഞു നിൽക്കുന്നു അല്ലല്ലോ. നമ്മുടെ വീട്ടിൽ വേറെ ഭാരിച്ച പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ എന്തിന് തിരക്കിട്ട് എന്നെ പിടിച്ച് ഒരാളുടെ മേൽ കിട്ടി ഏൽപ്പിക്കണം? ഞാൻ പറഞ്ഞിട്ടല്ല അച്ഛനും അമ്മയും തീരുമാനം എടുത്തത്. എനിക്കതിൽ ഉത്തരവാദിത്വം ഇല്ല. ഇനി എന്ത് ഭൂകമ്പം ഉണ്ടായെന്ന് പറഞ്ഞാലും ഞാൻ ഈ കല്യാണത്തിന് സമ്മതിക്കില്ല. പിന്നെ എന്ന് സമ്മതിക്കും? അതിപ്പോ ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. എന്നാ ഞാൻ പറയാം. ഇനി എന്ത് ഭൂകമ്പം ഉണ്ടായാലും നന്ദഗോപനുമായിട്ടുള്ള നിന്റെ കല്യാണം നടക്കും. ഞങ്ങൾ നിശ്ചയിക്കുന്ന സമയത്ത് നടക്കും. നടത്താൻ അച്ഛൻ തീരുമാനിച്ചു കഴിഞ്ഞു. ഇനി അതിന് മാറ്റമില്ല. നോക്കിക്കോ. കണ്ണൊന്ന് തെറ്റിയ കീടങ്ങളുടെ ശല്യം. മരുന്നടിക്കാന്ന് വെച്ചാൽ അത് അത്രയും വിഷം. കൃഷി ചെയ്യാൻ ഇറങ്ങുന്ന വലയും. അതായിരിക്കും കൃഷി വല എന്ന് പറഞ്ഞ പുസ്തകത്തിൽ പറയുന്നത്. ഞാനൊരു പ്രധാനപ്പെട്ട വിവരം പറഞ്ഞിട്ട് മാഷ് അതേക്കുറിച്ച് ഒന്നും മിണ്ടുന്നില്ല. താൻ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യമല്ല, പക്ഷെ വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എന്നാൽ അതിനുള്ള മറുപടിയും ശാരദയുടെ വാക്കുകളിലുണ്ടായിരുന്നു. ഒരാലോചന വരുമ്പോൾ ശരി അച്ഛ, ശരി അമ്മേ, എത്രയും പെട്ടെന്ന് അതങ്ങോട്ട് നടത്ത്, ഞാൻ റെഡി എന്നൊരു പെൺകുട്ടി ഇതുവരെ പറഞ്ഞിട്ടില്ല. നമ്മുടെ മോളും ആ ചരിത്രത്തിൻ്റെ ഭാഗമായി അത്രയേ ഉള്ളൂ. ഈ GI പൈപ്പ് മാറ്റിയിട്ട് PVC ആക്കുന്നതാണ് നല്ലത്. ഞാനൊരു കാര്യം പറഞ്ഞിട്ട് മാഷ് അത് കേൾക്കുന്ന ഭാവം പോലും കാണിക്കുന്നില്ലല്ലോ. ഗംഗ വെറുതെ ഒരു അഭിപ്രായ വ്യത്യാസം പറയുകയല്ല ചെയ്തത്. ശരിക്കും എതിർപ്പ് പ്രകടിപ്പിച്ചു. അതും എന്റെ മുമ്പിൽ. എന്നോട് അവൾ അങ്ങനെ പെരുമാറുന്ന പതിവില്ല. അച്ഛനെ പോലെ മോളെ അധികം കൊഞ്ചിക്കുന്ന ആളല്ലല്ലോ ഞാൻ. അതുകൊണ്ട് ഇപ്പൊ എന്ത് വേണമെന്നാ ശാരദ പറഞ്ഞു വരുന്നത്? അത് ആലോചിക്കണമെന്നാ ഞാൻ മാഷോട് പറഞ്ഞത്. നന്ദഗോപനെ അവൾക്ക് ഇഷ്ടമില്ല എന്ന് പറഞ്ഞോ ഗംഗ? ഇല്ല. മറ്റാരോടെങ്കിലും ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞോ? അതുമില്ല. എങ്കിൽ പിന്നെ ഒരൊറ്റ തീരുമാനമേ ഉള്ളൂ, കല്യാണം. എത്രയും പെട്ടെന്ന് അതങ്ങോട്ട് നടത്തും നമ്മൾ. ഗംഗ അത് ഇതൊക്കെ പറഞ്ഞു തന്നിരിക്കും, താനതൊന്നും കാര്യമാക്കണ്ട. എന്തേ? താനത് കാര്യമാക്കണ്ട. പറഞ്ഞത് മനസ്സിലായെങ്കിൽ കുടിക്കാൻ എന്തെങ്കിലും എടുത്തോളൂ. ഉപ്പിട്ട് വെച്ചിട്ട് കഞ്ഞിവെള്ളം ആയാലും മതി. ആ അതെ. എന്താ ഇനി സംശയം? കുറച്ചു മുമ്പ് ആരോ ഫോണിൽ വിളിച്ചിരുന്നു. ഞാൻ എടുത്തപ്പോ കട്ടായി. അത് വഴിതെറ്റി വന്ന വല്ല നമ്പറായിരിക്കും. അതാ എന്റെ സംശയം. മാഷിനെ അന്വേഷിച്ച് പലതവണ വിളിച്ച ആ ടീച്ചറില്ലേ, എന്തോന്നാ, ആ ദേവിക ടീച്ചർ, അവരായിരിക്കുമെന്നാ എന്റെ സംശയം. അല്ലെങ്കിൽ എന്റെ ശബ്ദം കേട്ട ഉടനെ ഫോൺ കട്ടാവില്ല. അത് അവരൊന്നും ആയിരിക്കില്ല. അല്ലെങ്കിൽ ശാരദ ഫോൺ എടുത്തൊന്നും വെച്ച് ആ സ്ത്രീ കട്ടാക്കണ കാര്യം എന്താ? അതുകൊള്ളാം. അതാ സംശയം എന്ന് ഞാൻ പറഞ്ഞത്. 2-3 തവണ ഇങ്ങോട്ട് വിളിച്ച സ്ഥിതിക്ക് മാഷിനൊന്നും തിരിച്ചു വിളിക്കായിരുന്നില്ലേ? ആരാ എന്താന്നൊക്കെ അറിയായിരുന്നല്ലോ. അല്ല,
ഞാൻ അവരെ വിളിച്ച വിവരം നിന്നോട് പറഞ്ഞില്ലേ? ഇല്ല. അയ്യോ, അപ്പൊ വിളിച്ചോ? എന്നിട്ടെന്താ? ദേവിക എന്നാ പേര്. അതെനിക്കും അറിയാം. ആരാന്ന് പറ. പഴയ ഒരു സഹപ്രവർത്തക. ഞങ്ങൾ തെക്കുംഭാഗ സ്കൂളിൽ ഒരുമിച്ച് പഠിപ്പിച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞ അവരുടെ പേര് പോലും ഞാൻ ഓർക്കുന്നില്ല. കൂടെ ജോലി ചെയ്യുന്നവരെല്ലാം നമ്മൾ ഓർത്തിരിക്കുകയാണ്. അതുകൊള്ളാം. അവരിപ്പോ എവിടെയാ? ആ, ഏതോ ഒരു സ്ഥലം പറഞ്ഞ് ഞാനതങ്ങ് മറന്നു. എവിടെയാ നമുക്കെന്താ? ഇത്രയും കാലം വിളിക്കാതിരുന്ന സഹപ്രവർത്തക ഇപ്പൊ എന്താ ആവശ്യത്തിനാ വിളിച്ചത്? അത്യാവശ്യമോ? എന്റെ ശാരദയെ അത്യാവശ്യമോ ആവശ്യമൊന്നും ഉണ്ടായിട്ടല്ല. പിന്നെ പലതവണ മാഷിനെ വിളിച്ചതോ? അതെ, ഈ സ്കൂളിലും കോളേജിലൊക്കെ ഒരു പരിപാടി ഉണ്ടല്ലോ, അലൂമിനി എന്ന് പറഞ്ഞിട്ട്. അലുമിനിയോ? അലുമിനി അല്ല, അലുമിനി എന്ന് വെച്ചാ പണ്ട് പഠിച്ച കുട്ടികളെല്ലാം ഒത്തുകൂടുക എന്ന് വെച്ചാൽ 20-25 വർഷം കഴിഞ്ഞ സഹപാഠികളുടെ എല്ലാം ഒരു ഒത്തുകൂടൽ. അന്നത്തെ അധ്യാപകരും ഉണ്ടാവും. അന്നത്തെ ഏതോ ബാച്ചിലെ പിള്ളേരെ ഒത്തുകൂടിയപ്പോൾ എൻ്റെ കാര്യം ആരോ പറഞ്ഞു. കൂട്ടത്തിൽ ഏതോ ഒരു പൂർവ്വ വിദ്യാർത്ഥിയുടെ കയ്യിൽ എൻ്റെ നമ്പർ ഉണ്ടായി. അത് കിട്ടിയപ്പോൾ പഴയ പരിചയം പുതുക്കാനായിട്ട് ഒന്ന് വിളിച്ചതാ ടീച്ചർ. എന്നിട്ട് മറ്റ് ടീച്ചർമാരും മാഷും ഒന്നും വിളിച്ചില്ലല്ലോ. അവർക്കാർക്കും പരിചയം പുതുക്കണ്ടേ? ഈ ഒരു ടീച്ചർ മാത്രം വിളിക്കാൻ എന്താ കാര്യം? കാരണമുണ്ട്. ഞാനും ആ സ്ത്രീയും തമ്മിൽ മുട്ടിഞ്ഞ ഉടക്കായിരുന്നു. എന്നും സ്റ്റാഫ് റൂമിൽ ഞങ്ങൾ തമ്മിലൊരു വഴക്ക് നടക്കും. എനിക്ക് കണ്ണെടുത്ത കണ്ടുകൂടായിരുന്നു. പക്ഷെ ഞാൻ മറന്നെങ്കിലും അവരതൊന്നും മറന്നിട്ടില്ല. അന്നത്തെ പണക്ക് ഇപ്പോഴുണ്ടോ എന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാണ്. ഈ പെണ്ണുങ്ങളുടെ ഒരു കാര്യം. ടീച്ചറാന്ന് പറഞ്ഞിട്ടെന്താ വിവരമില്ല. ഒരു ദേവിക ടീച്ചർ. ദേവികയായാലും ദേവിയായാലും എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. പിന്നെ എനിക്കാണ് ഇഷ്ടപ്പെട്ടത്. ഇത് നല്ല കൂത്ത്. താൻ ഇത്ര നിസ്സാര കാര്യങ്ങൾ പറഞ്ഞു നിൽക്കാതെ ചെന്ന് കുടിക്കാൻ എന്തെങ്കിലും എടുത്തോണ്ട് വാ ശാരദേ. തൊണ്ട വരളുന്നു. സംഗതി സീരിയസ് ആണെന്നാണോ ഗംഗ പറയുന്നത്? അതെ ഗിരി, അമ്മ സംഭവം ഏറ്റെടുത്തിരിക്കുക. അച്ഛനോടാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു നിൽക്കാം. അമ്മയുടെ മുന്നിൽ ഒരു രക്ഷയില്ല, ഒരു അപ്പീലും ഏൽക്കില്ല. വിവാഹ കാര്യത്തിൽ എന്റെ അഭിപ്രായം ചോദിക്കുകയല്ല അമ്മ ചെയ്തത്, തീരുമാനം അറിയിക്കുകയായിരുന്നു. ആ പാർട്ടി പെണ്ണ് കാണാൻ വന്നോ? ഇല്ല, അതിലൊന്നും വലിയ കാര്യമില്ല ഗിരി. വെറും ഒരു ചടങ്ങെന്നേ ഉള്ളൂ. ഇവിടെ അടുത്തുള്ള ബാങ്കിലല്ലേ ജോലി, അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം. നമ്മളിപ്പോ എന്താ ചെയ്യണ്ടേ? ഉടനെ എന്തെങ്കിലും ചെയ്തേ പറ്റൂ, അല്ലെങ്കിൽ കാര്യം കൈവിട്ടു പോവും. ഓർത്തിട്ട് ഒരു സമാധാനവും ഇല്ല. ഗിരി എന്തോന്നും പറയാത്തെ? അല്ല, ഞാൻ ആലോചിക്കായിരുന്നു. ആലോചിക്കാനോ? നമുക്ക് നേരിട്ട് കാണാം, എന്നിട്ടൊരു തീരുമാനത്തിലെത്താം. എപ്പോഴാ ഗിരിക്ക് സൗകര്യം? ഞാൻ പറയാം. അധികം ലേറ്റ് ആക്കണ്ട. ഞാൻ വിളിക്കാം. ഓക്കെ? ശാരദാമ്മ സംശയിക്കുന്നതിൽ ഒട്ടും അപാകതയില്ല. താൻ ആകെ ഒരു അന്താളിപ്പിലാണ് മാഷേ. മുഖം കണ്ടാൽ അറിയാം, മനസ്സാകെ കലങ്ങി മറിഞ്ഞിരിക്കുകയാണ്. ഇത്രയും കാലം ഒപ്പം ജീവിച്ച ഭാര്യയ്ക്ക് ഈ ഭാവമാറ്റം കണ്ടില്ലെന്ന് നടിക്കാൻ പറ്റുമോ? ഇന്നേ വരെ ഉണ്ടാകാത്ത കാര്യമല്ലേ സംഭവിച്ചിരിക്കുന്നത്. പൊട്ടിമുളച്ചതുപോലെ പെട്ടെന്നൊരു ഫോൺ കോൾ വരിക, ശാരദാമ്മ ഫോൺ എടുക്കുമ്പോൾ സംസാരിക്കുന്നത് ഒരു ദേവിക. മാധവ മാഷെ അന്വേഷിക്കുക, വീണ്ടും വിളിക്കുക. നമ്മൾ ആണുങ്ങളെ പോലെ അല്ല മാഷേ പെണ്ണുങ്ങള്. പെൺബുദ്ധി പിൻബുദ്ധി എന്നൊക്കെ പണ്ടുള്ളവര് പറഞ്ഞതേ പൂർണ്ണമായും ശരിയല്ല. ചില കാര്യങ്ങളിൽ നമ്മളെക്കാൾ ബുദ്ധി സൂക്ഷ്മത അവർക്കാ, പ്രത്യേകിച്ച് ഭർത്താവിന്റെയും മക്കളുടെയും കാര്യത്തിൽ. എന്നാലും വാരരെ, എനിക്ക് പ്രായം ഇത്രയായില്ലേ? ഈ പ്രായത്തിലും ദേവികയുടെ ഫോൺ വിളിയിലും മാഷക്കൊരു ഇളക്കം ഉണ്ടായേ, അത് പറ. അതിപ്പോ ഇളക്കം ഉണ്ടായി. അതുകൊണ്ടാണ് ശാരദാമ്മ ഓരോന്ന് കുത്തി കുത്തി ചോദിക്കുന്നത്. ഇതിപ്പോ കഴിച്ചിട്ട് ഇറക്കാനും വയ്യ, മധുരിച്ചിട്ട് തുപ്പാനും വയ്യ എന്നുള്ള അവസ്ഥയായല്ലോ ദേവി. ദേവി എന്നല്ല, ദേവികാന്ന് വിളിക്കുക. മധുരിച്ചിട്ട് തുപ്പാമയ്യെന്നിപ്പോ പറഞ്ഞില്ലേ? അപ്പോ
മധുരിക്കുന്നുണ്ടെന്നുള്ളത് വാസ്തവം. അല്ല മാഷേ, ഞാനൊരു കാര്യം ചോദിച്ചാൽ സത്യം സത്യമായി പറയൂ. ദേവികയെ പറ്റി എന്നോട് മാത്രമല്ലേ മാഷ് മുമ്പും പറഞ്ഞിട്ടുള്ളൂ? വാര്യർക്ക് എന്താ അറിയേണ്ടത്? അല്ല, മാധവൻ മാഷ് മീശമാധവനായി ഇടയ്ക്കെങ്ങാനും ഓടളക്കിച്ചെന്ന് ദേവിയെ കാണാറുണ്ടായിരുന്നോ? ഛേ, എന്താ ഇത് വാര്യരെ? മലപ്പുറത്തെ സ്കൂളിൽ നിന്ന് പിരിഞ്ഞ പിന്നെ ഞാൻ ദേവികയെ കണ്ടിട്ടേ ഇല്ല. എൻ്റെ മക്കളാണ് സത്യം. ശാരദയും കുഞ്ഞുങ്ങളെയും മറന്ന് ഇത്തരം നടപടി പെശകൾക്ക് പോകുന്ന ആളാണ് ഞാനെന്ന് വാര്യർക്ക് തോന്നുന്നുണ്ടോ? ഇത് കുറച്ച് കഷ്ടാട്ടോ. പകുതി നേരം പോക്കായി ഞാൻ പറഞ്ഞതാണെന്നേ. ഒരു സമയത്ത് ദേവികയെ മാഷ് വല്ലാതെ സ്നേഹിച്ചിരുന്നു എന്ന് എനിക്കറിയാം. ശരിയാണ്, ഞാൻ നിഷേധിക്കുന്നില്ല. സ്കൂൾ അധ്യാപകനായി മലപ്പുറത്ത് ജോലി കിട്ടുമ്പോൾ പോകാൻ മടിയായിരുന്നു. ഈ നാടും തറവാടും പാടവും നെൽകൃഷിയൊക്കെ വിട്ടിട്ട് പോകാനുള്ളൊരു മടി, അച്ഛനെയും അമ്മയും കൂടപ്പിറപ്പുകളൊക്കെ പിരിയാനുള്ളൊരു വിഷമം. അന്നത്തെ കാലത്ത് മലബാർ എന്ന് പറയുന്നത് അങ്ങ് ദൂരെയുള്ള ഏതോ രാജ്യമാണെന്ന വിചാരം. ചെന്നപ്പോഴോ അവിടുത്തെ ശാപ്പാട് പിടിക്കുന്നില്ല, കാലാവസ്ഥ പിടിക്കുന്നില്ല, ഭാഷ പിടിക്കുന്നില്ല, ആകെ പ്രശ്നം. അതിനിടയ്ക്ക് ആശ്വാസമായത് ദേവികയാണ്. പുള്ളിക്കാരിയും പുതിയ അപ്പോയിൻമെന്റാ, തിരുവനന്തപുരത്തുകാരി. ഞങ്ങൾ പരിചയപ്പെട്ടു, അടുത്തു. തുല്യ ദുഃഖിതം. സ്വാഭാവികമായും തമ്മിലൊരു ഇഷ്ടമുണ്ടായി. അത് പ്രണയമായിട്ട് വളർന്നു. ബാക്കി ഞാൻ പറയാം. വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹിച്ചു, പക്ഷേ വിധി മറ്റൊന്നായി. മധ്യവേനൽ അവധിക്ക് നാട്ടിൽ വന്നപ്പോ മുറപ്പെണ്ണായ ശാരദയെ കല്യാണം കഴിക്കണമെന്ന് അച്ഛൻ പറഞ്ഞു. വെറും പറച്ചിലല്ല, ആജ്ഞയാണ്. ജോലിയുണ്ട്, സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തിയുണ്ട്. വേണമെങ്കിൽ അച്ഛൻ്റെ വാക്കെനിക്ക് ധിക്കരിക്കാമായിരുന്നു. പക്ഷേ ശാരദയുടെ അവസ്ഥ വളരെ കഷ്ടമായിരുന്നു. അപ്പച്ചി പെട്ടെന്ന് മരിച്ചു, പേരപ്പൻ രോഗിയുമായി, ഒരുതരം അനാഥയെ പോലെ. കുഞ്ഞുനാൾ മുതൽ കാണുന്നതല്ലേ. ആ വിഷമാവസ്ഥയിൽ എൻ്റെ പ്രേമത്തെക്കാൾ വലുത് ശാരദയുടെ ജീവിതം തോന്നി. ആ തോന്നലാണ് ശരി, അത് മാത്രമാണ് ശരി. സ്നേഹിക്കാനും ലാളിക്കാനും രണ്ടു മക്കൾ, സ്വസ്ഥമായ കുടുംബം. ശാരദ എന്നെ സ്നേഹിച്ചിട്ടേ ഉള്ളൂ, ഇപ്പോഴും സ്നേഹിക്കുന്നു. പക്ഷേ എന്താ? ദേവിക കല്യാണം കഴിച്ചിട്ടില്ല എന്നാ എനിക്കറിയാൻ കഴിഞ്ഞത്. ഇത്രയും കൊല്ലത്തിന് ശേഷം ഇപ്പൊ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറയുന്നത് എന്തിനാണെന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ടും പിടികിട്ടുന്നില്ല. ഫോണിൽ പറഞ്ഞാൽ പോരാ, നേരിട്ട് കാണണോ അത്ര? അതിന് താല്പര്യമില്ലെന്ന് മാഷ് അവരോട് പറഞ്ഞോ? അല്ലെങ്കിൽ ഇനി ഇങ്ങോട്ട് വിളിക്കരുതെന്ന് പറഞ്ഞോ? ഇല്ല, അതിനെനിക്ക് കഴിയില്ല വരണേ. വാരോട് ഒന്നും വിളിക്കുന്നില്ല. ചെല്ലാമെന്നും ദേവിക്ക് കാണാമെന്നും ഞാൻ അവൾക്ക് വാക്ക് കൊടുത്തു. എങ്കിൽ ഞാൻ എൻ്റെ അഭിപ്രായ വ്യത്യാസം ശക്തമായി രേഖപ്പെടുത്തുന്നു. ചെല്ലാമെന്ന് വാക്ക് കൊടുത്തതിലല്ല എനിക്ക് എതിർപ്പ്, ആ വാക്ക് പാലിക്കാഞ്ഞതിലാണ്. മാഷി ചെന്ന് കാണ്. എന്താ കാര്യമെന്നറിയാലോ. ഒന്നുമില്ലെങ്കിലും ഒരിക്കൽ സ്നേഹിച്ചിരുന്നവരല്ലേ. എന്നാലും വരരെ, ഈ കുറ്റബോധത്തിന്റെയും ടെൻഷന്റെ ഒന്നും ആവശ്യമില്ല. ധൈര്യമായിട്ട് പോണം. പോകാല്ലേ? പോയേ പറ്റൂ. നാളെ തന്നെ മാഷ് പുറപ്പെടണം. അമ്മേ, അമ്മ ഏത് സ്വപ്നലോകത്താ? ഞാൻ എത്ര വിളിച്ചോന്നറിയാമോ? അതിനും നീ എന്നെ വിളിച്ചോ? ഇതാ ഇപ്പൊ നന്നായത്. ദേവിക ടീച്ചറിന് ഇതിപ്പോ എന്ത് പറ്റി? എന്തിനാ വിളിച്ചത്? ചപ്പാത്തിക്കുള്ള മാവ് കുഴച്ചു വെക്കാറായില്ലേന്ന് ചോദിക്കാൻ വിളിച്ചതാ. ശകലം കൂടി കഴിഞ്ഞിട്ട് മതി. എനിക്കാണെങ്കിൽ അത്താഴം വേണമെന്നേ ഇല്ല. അതെന്താ? വിശപ്പില്ല മോളെ. അപ്പൊ ഞാൻ ഊഹിച്ചത് ശരിയാ.
എന്താ? വിശപ്പില്ല, ദാഹമില്ല, രാത്രിയിലാണെങ്കിൽ ഉറക്കമില്ല. ചിലപ്പോ ഫോണിന്മേൽ നോക്കി കുറെ നേരം ഇരിക്കും. അത് കഴിഞ്ഞ് ഏതോ ഒരു ഫോട്ടോയിൽ നോക്കി അങ്ങനെ അങ്ങ് ഇരിക്കും. കൃഷ്ണേ, സത്യം പറയുമ്പോ ചൂടാവുന്ന എന്തിനമ്മേ? ഞാനിപ്പോ ഇങ്ങോട്ട് വന്നപ്പോഴും അമ്മ ഫോട്ടോയും കയ്യിൽ വെച്ചിരിക്കുകയായിരുന്നില്ലേ? അത് അത് പിന്നെ നിന്റെ കുഞ്ഞുനാളിലെ ഒരു ഫോട്ടോ ഇവിടെ ഇരുന്നതാ. അതെയോ? കൊള്ളാലോ. കുട്ടിക്കാലത്ത് എനിക്ക് മീശയൊക്കെ ഉണ്ടായിരുന്നോ? അത് മാധവൻ മാഷിന്റെ ഫോട്ടോയാണെന്ന് എനിക്കറിയാമേ. മാധവൻ മാഷെന്നാണോ അതോ മാധവേട്ടാന്നാണോ അമ്മ വിളിച്ചിരുന്നത്? കൃഷ്ണേ, അഹങ്കാരം കുറച്ച് കൂടുന്നുണ്ട്. ഒരാളെ കുറിച്ച് പറയുമ്പോ പിന്നെ മാഷെന്നോ ഏട്ടനെന്നോ വിളിക്കുന്നതിൽ എന്താ കുഴപ്പം? വെറുതെ ഒരാളല്ല, നിന്റെ അച്ഛനാണ് അദ്ദേഹം. അച്ഛൻ? ഇത്രയും നാൾ ആ ഫോട്ടോ ആയിരുന്നു എനിക്ക് എന്റെ അച്ഛൻ. അത് ചൂണ്ടിക്കാണിച്ച അച്ഛനെ അമ്മ എനിക്ക് പരിചയപ്പെടുത്തി തന്നത്. കൃഷ്ണേ, ആ അച്ഛനെ നേരിട്ട് കാണണമെന്ന് എത്ര നാളായിട്ട് മോഹിക്കുന്നത്. ആ ആഗ്രഹം പറഞ്ഞപ്പോ ചിലപ്പോ അമ്മ ദേഷ്യപ്പെട്ടു, ചിലപ്പോ അമ്മ ശാസിച്ചു, അല്ലെങ്കിൽ ഒരു നെടിവീർപ്പിട്ടു. എന്നിട്ട് ഞാൻ കാണാതെ കരഞ്ഞു. ഒടുവിൽ ഈ അടുത്ത സമയത്ത് പറഞ്ഞു അച്ഛൻ വരും, കാണാമെന്ന്. എന്നിട്ട് എവിടെ അമ്മ? വരാമെന്ന് എനിക്ക് വാക്ക് തന്നിട്ടുണ്ട്. വരും. പറഞ്ഞ വാക്ക് പാലിക്കുന്ന ആളാ. പക്ഷേ അമ്മയ്ക്ക് പണ്ട് തന്ന വാക്ക് പാലിച്ചില്ലല്ലോ. അതായിരുന്നില്ലേ ഏറ്റവും വലിയ വാക്ക്? എന്നിട്ട് മറ്റൊരു വഞ്ചിയിൽ കയറി യാത്രയായി. അമ്മ കടവത്ത് നിന്നുപോയി. ഇന്നും അതേ കടവിൽ നിൽക്കുന്നു, കൂട്ടിന് ഞാനും. വേണ്ട, കുറ്റപ്പെടുത്തണ്ട. അദ്ദേഹം വരും. അല്ല, ഇങ്ങനൊരു മോളിവിടെ ഉണ്ടെന്ന് ഫോൺ ചെയ്തപ്പോ അമ്മ പറഞ്ഞോ? ഇല്ല, ഈ നിമിഷം വരെ അറിയിച്ചിട്ടില്ല. നേരിട്ട് അറിഞ്ഞാ മതി, നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ടാ മതി. ഒരിക്കലും വിചാരിച്ചതല്ല അറിയിക്കണമെന്ന്. അദ്ദേഹത്തിന്റെ കുടുംബജീവിതത്തിൽ ഞാൻ കാരണം ഒരു കരട് വീഴാൻ പാടില്ല. എന്നാൽ നിനക്കൊരു കല്യാണം അടുത്തു വരുമ്പോ ജീവിച്ചിരിക്കുന്ന അച്ഛന്റെ അനുഗ്രഹം കിട്ടണം. ഒരു മകളെന്ന നിലയ്ക്കുള്ള നിന്റെ അവകാശമാണത്. അതുകൊണ്ട് മാത്രമാ ഞാൻ അദ്ദേഹത്തെ വിളിച്ചത്. ഒരു ഭംഗി വാക്കായി വരാമെന്ന് പറഞ്ഞെങ്കിലും അച്ഛൻ വരുമെന്ന് തോന്നുന്നില്ല. ഇത്രയും ദിവസമായില്ലേ. ഞാനാണെങ്കിൽ ആഗ്രഹിച്ചും പോയി. അങ്ങോട്ട് പോയി അച്ഛനെ കണ്ടാലോ? കൃഷ്ണേ, എന്താ നിനക്ക്? അങ്ങോട്ട് പോവാനോ? ഞാനില്ല. ഞാൻ തനിച്ചു പോവാം. അഡ്രസ് ഉണ്ടല്ലോ. വേണ്ട, അത് കുഴപ്പമാവും. ഒരു കുഴപ്പമില്ല. ഈ പേടിയും ആശങ്കയാണ് അമ്മയുടെ പരാജയത്തിന് കാരണം. നീ എന്തു പറഞ്ഞാലും ഞാൻ സമ്മതിക്കില്ല. പെട്ടെന്നൊരു ദിവസം മകളാണെന്ന് പറഞ്ഞ് നീ അവിടേക്ക് കയറി ചെന്നാൽ മറ്റുള്ളവരെ എങ്ങനെ അറിയും ഞാൻ മാധവൻ മാഷിന്റെ മകളാണെന്ന്? ഉറക്കെ വിളംബരം ചെയ്യാനും പോകുന്നില്ല. അതൊക്കെ അതിന്റെ സൗകര്യം പോലെ കൈകാര്യം ചെയ്യാൻ എനിക്കറിയാം. വേണ്ട മോളെ, പോകണ്ട. ഞാൻ വിടില്ല. എങ്കിലൊരു കാര്യം, അമ്മയുടെ മോള് കല്യാണ മണ്ഡപത്തിലും കയറില്ല. കൃഷ്ണേ, അതെ, അച്ഛനെ കണ്ട അനുഗ്രഹം വാങ്ങാതെ കൃഷ്ണ കല്യാണത്തിന് സമ്മതിക്കുന്ന പ്രശ്നമില്ല. അറിയാലോ എന്റെ സ്വഭാവം. പറഞ്ഞതാ. നീ എന്തു ഭാവിച്ച കുട്ടി ഇങ്ങനെ? അമ്മയായിട്ട് ഒന്നും ഭാവിക്കാതിരുന്ന മതി. നാളെ രാവിലത്തെ ട്രെയിനിന് ഞാൻ പോകുന്നു. നാളെയോ? എന്റെ ഈശ്വര. അതെ, ചെന്ന അച്ഛനെ കാണുന്നു, മറ്റാർക്കും ഒരു സംശയത്തിന് ഇട കൊടുക്കാതെ മടങ്ങിപ്പോയിരുന്നു. പക്ഷേ വേണ്ട, ഈ വിഷയത്തിൽ ചർച്ചയില്ല. അമ്മ കൂടുതൽ ഇടപെട്ടാ പറഞ്ഞല്ലോ, മകൾക്ക് മംഗല്യം ഉണ്ടാവില്ല ഒരിക്കലും. അത്ര മോടിയായിട്ട് സ്ത്രീയുടെ ഒന്നും വേണ്ട. തേപ്പൂട്ടിന്ന് ഓടിച്ചെടുത്താ മതി. എന്നാലും ഒരു കാര്യം ചെയ്യുമ്പോ അത് വൃത്തിയായിട്ട് ചെയ്യണ്ടേ? മതി ശാരദങ്ങതാ, ഞാൻ ഹാങ്ങറിലിട്ടോളാം. നീ മാറ്. എന്നാലും ഒരു മുന്നറിയിപ്പും ഇല്ലാതെ ഷടേന്ന് തിരുവനന്തപുരത്ത് പോകുന്ന എന്തിനാ?
ഓ, നിന്നോട് ഇത് എത്ര തവണ പറയണം? അല്ല, പെൻഷന്റെ കാര്യമൊക്കെ ശരിയായതല്ലേ, പിന്നെന്താ? ഇനിയുണ്ട്. അതൊക്കെ പോയി വന്നിട്ട് വിശദീകരിക്കാം. ചേട്ടാ, ഈ സർക്കാർ കാര്യം എന്ന് പറഞ്ഞാൽ എന്താന്നാ നിന്റെ വിചാരം? അതിൻ്റെ നൂലാമാലകളും കുരുക്കളും അനന്തമായിട്ട് കിടക്കല്ലേ? ഈ ബാലമാസികകളിൽ വഴി കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞൊരു പ്രസ്ഥാനമില്ലേ, അതുപോലെയാണെന്ന് വിചാരിക്കും. എന്തായാലും പോയിട്ട് വന്ന് കണ്ടുപിടിച്ച വഴി എനിക്കൊന്ന് പറഞ്ഞു തരണം. അതെന്താ ശാരദ ഒരുമാതിരി അർത്ഥം വെച്ച് സംസാരിക്കുന്നത്? ഞാൻ ഒരർത്ഥവും വെച്ച് സംസാരിച്ചതല്ല. മാഷിനങ്ങനെ തോന്നിയെങ്കിൽ അതെന്റെ കുറ്റമല്ല. അല്ലേലും കുറച്ച് ദിവസമായി മാഷിന്റെ പെരുമാറ്റത്തിൽ ചില വ്യത്യാസങ്ങളൊക്കെ കാണുന്നുണ്ട്. വ്യത്യാസങ്ങളോ? ഓ, ഇപ്പൊ പറയുന്നതല്ല, പിന്നെ പറയുന്നത്. അതല്ല, കുറെ കഴിഞ്ഞു പറയുന്നത്. അതുപോലെ എന്തൊക്കെയോ ധ്യാനിച്ചുകൊണ്ട് ഒരേ ഒരു ഇരിപ്പ്. ശാരദ, ഇല്ലാവചനം പറയരുത് കേട്ടോ. ഞാൻ ധ്യാനത്തിലിരിക്കുകയാണ് പോലും. ചുമ്മാ ഓരോരോ. അല്ല, ആ ടീച്ചറിന്റെ വീട് തിരുവനന്തപുരത്തല്ലേ? ചോദിച്ചത് കേട്ടില്ലേ? ആ ടീച്ചറിന്റെ വീട് തിരുവനന്തപുരത്തല്ലേന്ന്. സുഗതകുമാരി ടീച്ചറാണോ? ആ, ടീച്ചർ തിരുവനന്തപുരത്താ. പൊട്ടം കളിക്കല്ലേ മാഷെ. ഫോൺ വിളിച്ച ദേവിക ടീച്ചറിനെ കുറിച്ചാണ് ഞാൻ ചോദിച്ചത്. ഓ, അത്. ആ, എടോ ഭാര്യയെ, നീ ഇപ്പോഴും ആ സ്ത്രീയെ കുറിച്ച് ആലോചിച്ചോണ്ടിരിക്കുക? പഴയൊരു കഥ പറയാം. ശാരദ അറിഞ്ഞിരിക്കേണ്ടതാ. 2 യുവസന്യാസിമാർ ഒരു യാത്രയിലായിരുന്നു. അവർക്കൊരു പുഴ കടന്നു പോകണമായിരുന്നു. പുഴക്കരയിൽ ചെന്നപ്പോൾ പെട്ടെന്ന് പുഴയിൽ നിന്നൊരു നിലവിളി. ബ്രഹ്മചാരികൾ നോക്കിയപ്പോൾ ഒരു ചെറുപ്പക്കാരി ഒഴുക്കപ്പെട്ട് കരയുകയാണ്. പാവം. ശക്തമായ ഒഴുക്കിൽ അവളുടെ വസ്ത്രങ്ങൾ വരെ നഷ്ടപ്പെട്ടിരുന്നു. അവളെ രക്ഷിക്കണ്ടേ? ഒരു സന്യാസി പറഞ്ഞു, നമ്മൾ എന്ത് ചെയ്യാൻ? ബ്രഹ്മചാരികളായ നമ്മൾ ഒരു യുവതിയെ സ്പർശിക്കാൻ പാടുണ്ടോ, അതും നഗ്ന? മറ്റേ സന്യാസി പറഞ്ഞു, ഒരു മനുഷ്യ സ്ത്രീ മരണത്തെ മുന്നിൽ കാണുമ്പോൾ രക്ഷിക്കുകയല്ലേ ധർമ്മം. കൂട്ടുകാരന്റെ എതിർപ്പ് അവഗണിച്ച് അയാൾ വെള്ളത്തിലിറങ്ങി ആ പെണ്ണിനെ എടുത്ത് തോളത്ത് ചുമന്ന് കരക്കെത്തിച്ചു. അവർ യാത്രയും തുടർന്നു. കുറെ സമയവും കഴിഞ്ഞു, കുറെ ദൂരവും പിന്നിട്ടു. മൗനമായി നടക്കുന്ന സന്യാസിയോട് രക്ഷകനായ സന്യാസി ചോദിച്ചു, ബ്രഹ്മചാരി എന്താ ഒന്നും മിണ്ടാത്തത്? അയാൾ പറഞ്ഞു, എന്നാലും തീരെ ശരിയായില്ല. ഒരു യുവതിയെ, അതും ഉടുതുണിയില്ലാത്തൊരു പെണ്ണിനെ സ്വാമി സ്പർശിച്ചത് ഒട്ടും ധർമ്മമായില്ല. അപ്പൊ മറ്റേയാൾ പറഞ്ഞു, അല്ല സ്വാമി, സ്വാമി അത് ഇപ്പോഴും മനസ്സിൽ നിന്ന് കളഞ്ഞിട്ടില്ലേ? ഞാനത് അപ്പോഴേ മറന്നു. താങ്കളുടെ മനസ്സിൽ ആ യുവതിയുടെ നഗ്നതയാണ് ഇപ്പോഴും. അതാണ് കൂടുതൽ കഷ്ടം. ഉപമയും ഉദാഹരണവും കൊള്ളാം. ദേവിക ടീച്ചറെ മാഷ് മറന്നു. ഞാൻ ഇപ്പോഴും ആ കാര്യം ഓർത്തുകൊണ്ടിരിക്കുന്നു. അതല്ലേ മാഷ് പറഞ്ഞതിന്റെ ചുരുക്കം? അതെ, എന്റെ മുമ്പിൽ നിൽക്കുന്നത് ബ്രഹ്മചാരിയായ മാധവ സന്യാസിയല്ല, മാധവ മാഷാണ്. താനീ പറയുന്ന ദേവികയുടെ വീട് പണ്ട് തിരുവനന്തപുരത്തായിരുന്നു എന്ന് വെച്ച് അവരിപ്പോഴും അവിടെ തന്നെ താമസിക്കണമെന്നുണ്ടോ? തൃപ്പൂണിത്തുറ താമസിക്കുന്നയാള് ഫോണിൽ സംസാരിക്കുമ്പോ തിരുവനന്തപുരത്ത് നിന്നാണ് വിളിക്കുന്നതെന്ന് പറയൂ. തിരുവനന്തപുരം എന്ന് അവര് പറഞ്ഞത് ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നു. ചുരുക്കത്തിൽ ഞാൻ നാളെ പെൻഷൻ കാര്യത്തിന് വേണ്ടി പോണ്ടാന്നാ നീ പറയുന്നത് അല്ലേ? അയ്യോ, അങ്ങനെ ഞാൻ പറഞ്ഞില്ല. സംസാരിച്ചു വന്നപ്പോ അടുത്ത സമയത്തുണ്ടായ ചില കാര്യത്തെപ്പറ്റി സൂചിപ്പിച്ചു. അപ്പൊ മാഷാണ് എഴുതാപ്പുറം വായിച്ചത്. വെളുപ്പിനെ എഴുന്നേക്കണമെങ്കിൽ അലാറം വെക്കാം, വേണോ? അത്ര വെളുപ്പിനൊന്നും എണീക്കണ്ട. ഓ, ഉറക്കം വരുന്നുണ്ട്, കിടക്കാറായില്ലേ? നീ പോകാൻ തന്നെ തീരുമാനിച്ചോ മോളെ? രാത്രിയിലെല്ലാം സംസാരിച്ചു കഴിഞ്ഞല്ലേ അമ്മ, പിന്നെന്താ ഇപ്പോഴൊരു സംശയം? എന്നാലും ഇപ്പോഴീ യാത്ര വേണോ മോളെ? എന്റെ കല്യാണം നടന്നു കാണണമെന്ന് അമ്മ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ ഈ യാത്ര വേണം. അതല്ല, അമ്മയ്ക്ക് നിർബന്ധമാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇന്നത്തെ പോക്ക് ഒഴിവാക്കാം. പക്ഷേ ഇനി ഒരിക്കലും കല്യാണത്തെ പറ്റി എന്നോട് മിണ്ടരുത്. അമ്മ എന്തിനാ അമ്മ ഭയപ്പെടുന്നേ? ആരെയാ ഭയപ്പെടുന്നേ? ഒരു കുടുംബം തകർന്നു പോകുമോന്നാണ് എന്റെ ഭയം. ഒരു തെറ്റും ചെയ്യാത്ത ഏതോ ഒരു സ്ത്രീ, അവരുടെ മക്കൾ, ഓർക്കാപ്പുറത്ത് ഒരാൾ കയറി ചെന്നിട്ട് ഞാൻ ഇവിടുത്തെ കുടുംബനാഥന്റെ മകളാണെന്ന് അവകാശപ്പെട്ടാൽ
ആ വീടിന്റെ അവസ്ഥ എന്തായിരിക്കും? പിന്നീട് അവിടെ എന്തൊക്കെയായിരിക്കും സംഭവിക്കുക? നിന്നോട് അവരെങ്ങനെയായിരിക്കും പെരുമാറുക? ഓർത്തിട്ട് എനിക്ക് തല ചുറ്റുന്നു. അച്ഛന്റെ കുടുംബത്തിലേക്ക് മൈക്ക് അനൗൺസ്മെന്റ് നടത്തിക്കൊണ്ടല്ല ഞാൻ കയറി ചെല്ലുന്നത്. ആ വീട്ടിലുള്ള മറ്റാരോടും ഞാൻ ആരാണെന്ന് വെളിപ്പെടുത്തുകയില്ല. അച്ഛനെ കാണണം, അവിടുത്തെ ചുറ്റുപാടുകൾക്കനുസരിച്ച് സംസാരിക്കണം. അദ്ദേഹത്തിന്റെ സമീപനം എന്താണെന്ന് സംസാരിച്ചു തുടങ്ങുമ്പോഴല്ലേ മനസ്സിലാവുകയുള്ളൂ. അദ്ദേഹം നിന്നെ തള്ളിപ്പറയുകയാണെങ്കിലോ?